LDF യോഗത്തിൽ ചർച്ചയാവുകയാണ് ശബരിമല. തിരിച്ചടിയെന്ന ഘടകകക്ഷികൾ, ഭിന്നസ്വരവുമായി CPM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ശബരിമല വലിയ ചോദ്യമായി മാറിയിരുന്നു CPMന്. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും വ്യാപ്തിയെന്നാണ് പുതിയ ചോദ്യങ്ങൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വിശ്വാസികൾക്കിടയിൽ സർക്കാരിനെതിരായ വികാരം ഉണ്ടാക്കിയെന്ന പ്രധാന ഘടകകക്ഷികളെല്ലാം വിലയിരുത്തിയ മുന്നണി യോഗത്തിൽ അങ്ങനെയൊരു അഭിപ്രായമില്ലാത്തത് CPMന് മാത്രം. മുന്നണി യോഗത്തിന് ആമുഖമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ ശബരിമല വിവാദം തിരിച്ചടിച്ചെന്ന പരാമർശമില്ല. അതേസമയം വിവിധ തലങ്ങളിൽ പോരായ്മകൾ ഉണ്ടായെന്നും അതിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടിൽ സ്വയം വിമർശനം നടത്തുന്നുണ്ട്. ശബരിമല വിവാദം ഒരു രേഖയിലും വരാതിരിക്കാൻ CPM പരിശ്രമിച്ചപ്പോൾ ഘടകകക്ഷികളായ CPIയും JDSും കേരള കോൺഗ്രസ് എമ്മും RJDയും ശബരിമലയിൽ പൊള്ളിയെന്ന് യോഗത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. വിശ്വാസി സമൂഹം അകലാൻ ശബരിമല കാരണമായി. ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും ഇത് സംസാര വിഷയമായി. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. അതിന് സഹായകമായ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഉണ്ടായതും ദോഷം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി പ്രകോപിപ്പിച്ചതോടെ അവർ കാര്യമായി പണിയെടുത്തത് മുസ്ലിം സമുദായത്തിൽ നല്ലൊരു വിഭാഗത്തെ LDFനെതിരാക്കി. ജമാഅത്തെ ഇസ്ലാമിയെ ഇനിയും കരുതിയിരിക്കണമെന്നും അവർക്ക് കൂടുതൽ ഇടം നൽകുന്ന പ്രസ്താവനകൾ നിയന്ത്രിക്കണമെന്നുള്ള മുന്നറിയിപ്പും ഘടക കക്ഷികളിൽ നിന്നുണ്ടായി. തിരിച്ചടി സമ്മതിക്കുമ്പോഴും വലിയ ക്ഷീണമുണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലാണ് കൺവീനറുടെ റിപ്പോർട്ടിലുള്ളത്. വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെട്ടു. റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് 57 നിയമസഭാ മണ്ഡലങ്ങളിലാണ് LDFന് ഭൂരിപക്ഷമുള്ളത്. 81 സീറ്റിൽ UDFനും 2 BJPക്കും ഭൂരിപക്ഷമുണ്ട്. പിന്നിൽ പോയ 39 മണ്ഡലങ്ങളിൽ 10,000 വോട്ടിന്റെ വീതം വ്യത്യാസമേ ഉള്ളൂ. ഇതിൽ തന്നെ 15 മണ്ഡലങ്ങളിൽ 5,000-ൽ താഴെയാണ് വ്യത്യാസമെന്നും റിപ്പോർട്ടിലുണ്ട്. മന്ത്രിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി 96 സീറ്റിൽ ഉറപ്പായും വിജയിക്കാമെന്ന പ്രതീക്ഷ പങ്കുവച്ചതാൽ ഭൂരിപക്ഷമുള്ള 57 സീറ്റും 10,000-ൽ വോട്ടിൽ താഴെ വ്യത്യാസമുള്ള പിന്നിലായി 39 സീറ്റും കണ്ടാണെന്ന് സൂചിപ്പിക്കുന്നതാണ് റിപ്പോർട്ട്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി യോഗത്തിൽ പങ്കെടുത്തില്ല. സ്റ്റീഫൻ ജോർജാണ് പാർട്ടി പ്രതിനിധീകരിച്ചത്.